നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന മെയ് മാസത്തിലെ പൂരുരുട്ടാതി കാല, ഉത്രട്ടാതി, രേവതി, മീനക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും മുക്തി നേടിയാൽ വളരെ വളരെ സന്തോഷം. എന്തായാലും മീനക്കൂറുകാർക്ക് ഈ വരുന്ന മെയ് മാസത്തിൽ 14-ാം തീയതി വരെ ധനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ടുള്ള 2-ാം ഭാവത്തിലാണ് സൂര്യസ്ഥിതി. 2-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് അന്യരാൽ ചതിക്കപ്പെടുവാനായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനപരമായിട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാത്ത അവസ്ഥ വന്നു ചേരാം. ഇതുകൂടാതെ തന്നെ പ്രത്യേകിച്ചും ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ ഈ ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ഓൺലൈൻ മുഖേനയായിട്ടാണല്ലോ. ഇപ്പോൾ ഓൺലൈൻ മുഖേന കൈകാര്യം ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമുക്ക് പരിചിതമല്ലാത്തവർ നമ്മളുടെ മൊബൈലിലേക്ക് ഓരോ ലിങ്കൊക്കെ അയച്ചു തന്ന് അതൊക്കെ ഓപ്പൺ ചെയ്യുവാനായിട്ട് നിർബന്ധിച്ചാൽ അതൊന്നും ഒരു കാരണവശാലും ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടേതെന്ന് കരുതപ്പെടുന്നതായിട്ടുള്ള ആ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പിന്നെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടും. അപ്പോൾ നമ്മളുടെ ധനവും അതേപോലെ തന്നെ നമ്മൾ മൊബൈലിൽ സൂക്ഷിച്ചതായിട്ടുള്ള രേഖകളും ഒക്കെ പിന്നെ അവരുടെ കയ്യിലേക്ക് എത്തപ്പെടുവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അപ്പോൾ ഓൺലൈൻ മുഖേന ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ ഈ മോശഫലങ്ങൾ നമ്മൾ ആരും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെയാണ് മനസ്സിരുത്തി ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. ശിവക്ഷേത്ര ദർശനം ചെയ്യുക, ശിവനാമങ്ങൾ ജപിക്കുക, പഞ്ചാക്ഷരം ശിവസ്തോത്രങ്ങൾ, നമുക്കറിയാവുന്നതായിട്ടുള്ള ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിച്ചോളൂ. ഈ മോശഫലങ്ങളൊന്നും നമ്മളിലേക്ക് വന്നു ചേരാതെ ഭഗവാൻ നമ്മളെ കാത്തോളും. അതുകൂടാതെ തന്നെ 3-ലേക്ക് സൂര്യൻ വരുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് കേട്ടോ മീനക്കൂറുകാർക്ക് പറയുന്നത്. അതായത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നുമൊക്കെ മോചനം വന്നു ചേരുന്ന കാലയളവ്. ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുന്ന കാലയളവ്. വ്യാധി വിനാശം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക, സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ജോലി സംബന്ധമായിട്ടൊക്കെ ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് 14-ാം തീയതിക്ക് ശേഷം മീനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. 2-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് നേരത്തെ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 5-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് മീനക്കൂറുകാർക്ക് സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് മാനസികമായിട്ട് വന്നു ചേരുന്ന അകാരണമായിട്ട് ഒരു കാര്യമില്ലാത്തൊരു ഭയത്തെ സൂചിപ്പിക്കുന്നു. വെറുതെ ആലോചിച്ച് മനസ്സ് വിഷമിക്കുക, ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വർദ്ധിക്കുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട് ചൊവ്വയെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭദ്രകാളി ഭഗവതിയാണ് ആരാധിക്കേണ്ടത്. നമ്മുടെ അടുത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക, ഭദ്രകാളി നാമങ്ങൾ സ്തോത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെയും നമുക്ക് ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. ഈ വരുന്ന മെയ് മാസത്തിൽ 3 മാറ്റങ്ങളുണ്ട് ബുധന്. 7-ാം തീയതി വരെ ജന്മത്തിലാണ്, അതിനുശേഷം 24-ാം തീയതി വരെ 2-ലേക്ക് വരും, 24-ാം തീയതിക്ക് ശേഷം 3-ലേക്ക് വരും. 7-ാം തീയതി വരെ ജന്മത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് തൻ വാക്ക് പിഴ നിമിത്തം തന്നെ കലഹം വന്നു ചേരുന്നൊരു ഫലത്തെയാണ് പറയുന്നത്. അതായത് വിചാരിക്കാതെ കലഹം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനം കൂടി ഇങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കലഹം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഫലത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, തൻ വാക്ക് പിഴ നിമിത്തം തന്നെ. അതായത് നമ്മളുടെ വാക്കുകൾ നിമിത്തം തന്നെയാണ് കലഹം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക, നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക, ഒരു പരിധിവരെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ മോശഫലങ്ങൾ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 7-ാം തീയതിക്ക് ശേഷം 24-ാം തീയതി വരെ 2-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ജന്മത്തിൽ നിൽക്കുന്ന ബുധന്റെ ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്, നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ്. അതായത് നമ്മളുടെ വാക്കുകൾക്ക് ശോഭയുണ്ടാവുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ പരിഗണിക്കുക, നമ്മളുടെ വാക്കുകളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, വളരെ നല്ല ഫലമാണ് 2-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട്. അതുകൂടാതെ തന്നെ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളും ചിന്തിക്കുന്നത് ബുധനെ കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വളരെ നല്ല രീതിയിലുള്ള ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു കാലമായിട്ട് വേണം 2-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കാൻ. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക, ഉന്നത വിജയം വന്നു ചേരുക. അതേപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ജോലിക്കൊക്കെ വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പോൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടൊക്കെ ഉത്തരം പറയാൻ സാധിക്കണമല്ലോ. അപ്പോൾ ആ കൃത്യമായിട്ട് ഉത്തരം പറയുവാനായിട്ട് സാധിക്കുന്ന നല്ല ഫലത്തെയാണ് 24-ാം തീയതി വരെ 2-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. 24-ാം തീയതിക്ക് ശേഷം 3-ലേക്ക് വരുമ്പോൾ അകാരണമായിട്ടുള്ള ഭയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്, ശത്രുഭയം. ഓരോ ദുരിതങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുമോ. അപ്പോൾ അത് ചൊവ്വയെ കൊണ്ട് സൂചിപ്പിച്ചു.
അപ്പോൾ അതുകൊണ്ട് ഈ ഫലത്തിന് ഫലപ്രാപ്തി കൂടുതൽ ഉണ്ടാകാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. എന്തായാലും ഈ വരുന്ന മെയ് മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വ്യാഴമാറ്റം സംഭവിക്കുന്നുണ്ട്. വ്യാഴത്തിന് രാശി മാറ്റമുണ്ട്. ഇടവൻ രാശിയിൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം മിഥുനം രാശിയിലേക്ക് വരികയാണ്. അതായത് മീനക്കൂറുകാർക്ക് 3-ൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം 4-ലേക്ക് വരികയാണ്. 3-ൽ നിൽക്കുമ്പോഴും നല്ല ഫലമല്ല, 4-ലേക്ക് വരുമ്പോഴും അത്ര നല്ല ഫലമല്ല. 14-ാം തീയതി വരെ 3-ൽ തന്നെയാണ് കേട്ടോ വ്യാഴം. 14-ാം തീയതി വരെ 3-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് കർമ്മ വൈകല്യം വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലം നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവ്. അതുകൂടാതെ തന്നെ സ്ഥാനഭ്രംശമൊക്കെ സൂചിപ്പിച്ചു. ഒരു രാശിയിൽ വ്യാഴം നിൽക്കുന്നത് 1 വർഷ കാലയളവാണല്ലോ. എന്തായാലും 14-ാം തീയതിക്ക് ശേഷം 4-ലേക്ക് വരുമ്പോഴും ഒരേടത്തും ഒരു സുഖമില്ലാത്തൊരവസ്ഥ, ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടത വന്നു ചേരുക. 4-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും അത്ര നല്ല ഫലമല്ല. ജാതകവശാൽ സൂചിപ്പിക്കുമ്പോൾ ചന്ദ്രൻ 4-ൽ നിൽക്കുമ്പോൾ, കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ കേസരി യോഗമൊക്കെ പറയും. 4-ൽ നിൽക്കുമ്പോഴും 7-ൽ നിൽക്കുമ്പോഴും 10-ൽ നിൽക്കുമ്പോഴും, അതായത് കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ വ്യാഴത്തെ കൊണ്ട് ചന്ദ്രൻ കേസരി യോഗത്തെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ചന്ദ്രാലുള്ള ഫലങ്ങളെ സൂചിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ചും ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് ബന്ധുജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടതയുണ്ടാവുക, സ്വസ്ഥതക്കുറവ് വന്നു ചേരുക, ഇങ്ങനെയുള്ളൊരു മോശഫലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മോശഫലമാണ് എന്ന് മനസ്സിലാക്കി ആ മോശഫലങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ തന്നെയാണ് മനസ്സിരുത്തി ആരാധിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. നമ്മളുടെ സമീപ പ്രദേശത്ത് വൈഷ്ണവജതിന് നിലകൊള്ളുന്നതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യുക, യഥാശക്തി വഴിപാടുകൾ കഴിക്കുക. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിരുത്തി തൊഴുതാൽ മതി. ഇപ്പം എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റുമോ? പറ്റിയെന്ന് വരില്ലല്ലോ. ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ പോലും ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമുക്ക് നാമം ജപിക്കാമല്ലോ, നാരായണ എന്നുള്ള നാമം ജപിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരും. ഈ മോശഫലങ്ങൾ നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. ജന്മത്തിലാണ് ശുക്രൻ. ജന്മത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് മീനക്കൂറുകാർക്ക് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ ഓരോ ഫലങ്ങളാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ജന്മത്തിൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ ഭാര്യാഭർത്തൃ സംഗമം വന്നു ചേരുക. ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർ വീണ്ടും ഒന്നിച്ചു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പല ഗ്രഹങ്ങളെ കൊണ്ടും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിച്ചത്. അപ്പോൾ ഈ ശുക്രനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള നല്ല ഫലം നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുമോ എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന ആർക്കും സംശയം തോന്നാം. നമ്മളുടെ ജനിച്ച സമയത്തെ അടിസ്ഥാനപ്പെടുത്തി എഴുതപ്പെട്ടതായ ജാതകപ്രകാരം നമ്മൾ നല്ല ദശയാണ് അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ശുക്രനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള നല്ല ഫലവും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജന്മത്തിലാണ് ശനി. ജന്മത്തിൽ നിൽക്കുന്ന ശനിയും കണ്ടകശനി സ്ഥാനമാണ്, അത്ര നല്ല ഫലമല്ല. പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കുക. വിഷഭയം വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നു. ഏത് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ പോലും അത് ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ, മാനസികമായിട്ട് മടി വന്നു ചേരുക. മന്ദനാണ് ശനി. മന്ദൻ എന്ന് പറയുന്നതായിട്ടുള്ള പര്യായ പദം തന്നെ ശനിയെ കൊണ്ടുണ്ട്. നമുക്ക് ആ ജോലി ചെയ്യാനായിട്ട് അറിയാമെങ്കിൽ പോലും പിന്നെ ചെയ്യാം എന്നിങ്ങനെ നീട്ടിക്കൊണ്ടിരിക്കുക. ധനപരമായിട്ട് നോക്കുകയാണെങ്കിലും അത്ര അനുകൂലമായിട്ടുള്ളൊരു ഫലത്തെയല്ല ശനിയെ കൊണ്ടും സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശനൈശ്വരായ നമഃ നാമം ജപിക്കുക. മഹാദേവനെ, അയ്യപ്പസ്വാമിയൊക്കെ നല്ല രീതിയിൽ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. എന്തായാലും മീനക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളെ കൊണ്ട് നോക്കുമ്പോഴും അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ തന്നെ ഈശ്വര സേവ ചെയ്യേണ്ട കാലയളവാണ് എന്ന് മനസ്സിലാക്കി ഗ്രഹപ്പിടാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്രദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖ ദുരിതങ്ങളെ നമ്മളുടെ നാമജപങ്ങളിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. കാരണം നാമസങ്കീർത്തനം യസ്യാ സർവ്വ പാപത്രനാശനം എന്നാണ് പറയുന്നത്. ഈ കലികാലത്തിൽ ഏറ്റവും ലളിതമായിട്ട് നമ്മളുടെ ദുഃഖ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുന്നത് നാമജപത്തിലൂടെയാണ് എന്നർത്ഥം. പൊതുവേ നമ്മളുടെ കുടുംബത്ത് പണ്ട് കാലത്തൊക്കെ മുത്തശ്ശിമാരൊക്കെ നല്ല രീതിയിൽ തന്നെ ഉറക്കെ തന്നെ നാമം ജപിച്ചിരുന്നു അല്ലേ, സന്ധ്യാസമയത്തൊക്കെ. അപ്പോൾ അതിലൊക്കെ ഓരോ വരികൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നാമജപം മാത്രം മതി കലികാലേ മുക്തി നേടാൻ, നാമതോർത്തു ജപിക്കുക തിരുനാമങ്ങൾ. അല്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം എന്തായാലും നമ്മൾ ചെയ്യുന്ന നാമജപങ്ങളിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്ന ദുഃഖ ദുരിതങ്ങളെയെല്ലാം നമുക്ക് നാമജപത്തിലൂടെ മറികടക്കുവാൻ, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.